ഫൈനലി ഏട്ടൻ ഈസ് ബാക്ക്. ലാലേട്ടൻ ഈസ് ബാക്ക്. അങ്ങനെ ഡയറക്ടർ തരുൺ മൂർത്തി തന്നെ വരേണ്ടി വന്നു നമ്മുടെ ആ ലാലേട്ടനെ, പെർഫോമർ ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. തുടരും. വാട്ട് എ മൂവി, എന്നെ പണി വെച്ചിറക്കെ തരുൺ മൂർത്തി. പ്യുവർ ഫാൻ ബോയ് പടം തന്നെയാണ് ഇത്. നമുക്ക് കുറെ നാളുകൾക്ക് ശേഷം, നാളല്ല കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഒരു ലാലേട്ടൻ പടം കണ്ടിട്ട് നമുക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു പ്യുവർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അമ്മാതിരി പെർഫോമൻസ്. നമ്മളെ പഴയ എവിടെയോ പോയൊരു പെർഫോമർ ലാലേട്ടൻ തിരിച്ച് വന്നു. ലാലേട്ടന്റെ ആ പഴയ പെർഫോമൻസും ആക്ടിങ് ഒക്കെ പോയെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ നല്ലൊരു ഡയറക്ടറും സ്ക്രിപ്റ്റും ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ് ഈ പടം. ഈ സിനിമയാണ് ഒരു പ്യുവർ കംബാക്ക് ലാലേട്ടന്റെ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, തരുൺ മൂർത്തി തന്നെ വരേണ്ടി വന്നു ആ ലാലേട്ടന്റെ കംബാക്ക് കൊണ്ടുവരാനായിട്ട്. ഡയറക്ടർ തരുൺ മൂർത്തി പുള്ളിക്കാരന് ലാലേട്ടൻ ഫാൻസിന്റെ പൾസ് എറിഞ്ഞെടുക്കാൻ അറിയാം സിനിമ. സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ, എവറിത്തിങ് വാസ് സൂപ്പർ മാൻ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഹാഫ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു ഫ്ലോ, ആ ഒരു ഫീൽ ഗുഡ് മൂവി, ഒരു ഫാമിലി മൂവി, ആ ഒരു സ്മൂത്തിൽ ഇങ്ങനെ വരുവാണ്. അങ്ങനെ ഒരു ഇത്തിരി ഫൺ, പഴയ കോമഡി സ്റ്റൈൽ ലാലേട്ടൻ, ആ ടൈപ്പ് സംഭവങ്ങളൊക്കെ കുറെ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ പറ്റും. പിന്നെ ആ കൺമണി പോയെന്നുള്ള പാട്ട്, ആ സിനിമയിലെ വിഷ്വൽസും കൂടെ വന്നപ്പോൾ ഒരു ഫീൽ ഗുഡ് ഉണ്ടല്ലോ, എന്ത് രസം അറിയാമോ അത് കാണാൻ. എന്നിട്ട് ഒരു പോയിന്റ് എത്തുമ്പം സിനിമയുടെ ഒരു ചാട്ടമുണ്ട്, വേറൊരു പ്ലോട്ടിലോട്ട് മാറും സിനിമ. സെക്കൻഡ് ഹാഫിലെ ലാലേട്ടന്റെ പെർഫോമൻസ് എന്റെ ഓമ്പോ. ഇതിന് നമുക്ക് ഇമോഷൻ ആവണ കുറെ സീനുകളൊക്കെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് അതില് ലാലേട്ടന്റെ ഒരു ഇമോഷണൽ പെർഫോമൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു വിഷമം വരും. അങ്ങനത്തെ ആ ഒരു ടൈപ്പ് സീനുകളൊക്കെ ഇതിലുണ്ട്. നമുക്ക് നമ്മൾ അതിലോട്ട് അലിഞ്ഞു ചേരുക, സിനിമയിലോട്ട് മുഴുകി പോവുക. ആ ഒരു ലെവല് പെർഫോമൻസ് ആണ് ഈ സിനിമ മൊത്തത്തിലുള്ളത്. പിന്നെ ഇതില് മെയിൻ വില്ലൻ പ്രകാശ് വർമ്മ, പുള്ളിക്കാരന്റെ പെർഫോമൻസ് എന്ന് വെച്ചാൽ ഒരു വൃത്തികെട്ട വില്ലൻ, നമുക്ക് അങ്ങനെ പറയുന്നത്. ഒരു വൃത്തികെട്ട വില്ലൻ, നമുക്ക് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നുന്ന ടൈപ്പുള്ള ഒരു വില്ലൻ ക്യാരക്ടറാണ് കേട്ടോ. അത് ആ പുള്ളിക്കാരന്റെ പെർഫോമൻസ് അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യണം. ഒരു വൃത്തികെട്ട ഒരു ആളെന്ന് ഫീൽ, ആ ഒരു ഇത് വരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. അതാ ലാലേട്ടന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ടൈപ്പ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ആ വില്ലനും. ഈ സിനിമയുടെ അവസാനമൊക്കെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വേറെ പീക്ക് ലെവലായിരുന്നു. ചില സീൻസിന്റെ കൂടെ ആ ഒരു ജേക്സ് ബിജോയുടെ ആ ബിജിഎമ്മും കൂടെ വന്നപ്പോ എന്റെ മോനെ ആ കിട്ടിലും ബ്ലെൻഡിങ് എല്ലാം കൂടെ. പിന്നീട് ലാലേട്ടന്റെ ആ പഴയ ആ കണ്ണുകൾ വെച്ചുള്ള അഭിനയം അത് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ആ മാജിക്കൽ ഐസ് കൊണ്ടുള്ള അഭിനയം, ദേഷ്യമായാലും ഇമോഷൻസ് ആയാലും ആ കണ്ണുകളിലെ ഔറ തിരിച്ച് വീണ്ടും വന്നിരിക്കുകയാണ്. ഈ സിനിമ ടോട്ടലി സീറോ ഹൈപ്പ്, സീറോ പ്രൊമോഷനിൽ വന്നതാണ്. എനിക്കാണ് മിക്കവാറും ഈ സിനിമ എന്ന് വെച്ചാൽ മിക്സ്ഡ് റിവ്യൂസ് ഒന്നും പറയാനില്ല, ഫുള്ള് പോസിറ്റീവ് ആണ്. ഈ സിനിമയിൽ നമുക്ക് ആ നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ഒന്നും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതായത് എല്ലാരും നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ബിനു പപ്പു പുള്ളിക്കാരനും നല്ല രീതിക്ക് തന്നെ ഇതിന് പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച ടൈപ്പ് ഒരു ക്യാരക്ടർ അല്ല അത്. നമ്മള് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ക്യാരക്ടർ ആയിരുന്നു പുള്ളിക്കാരനും നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ശോഭന മാമിന്റെ പെർഫോമൻസ്, ലാലേട്ടന്റെ മോളായിട്ട് അഭിനയിച്ചിട്ടുള്ള അമൃത, ഇൻസ്റ്റയിലൊക്കെ ഫെയിം ആയിട്ടുള്ള കൊച്ചാണ്. പിന്നീട് ലാലേട്ടന്റെ മോനായിട്ട് അഭിനയിച്ചിട്ടുള്ള ചേട്ടൻ ആനന്ദം സിനിമയിലൊക്കെ ഉള്ള ആ ചേട്ടനും കുറച്ച് പോർഷൻസ് ഉള്ളെങ്കിലും ആ ഉള്ള പോർഷൻസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഫൺ എലമെന്റ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇമോഷണൽ സീൻസ് ഉണ്ട്, നമുക്ക് നല്ല ഒരു വിഷമം തോന്നുന്ന ടൈപ്പ് സീൻസ് ഉണ്ട്. ലാലേട്ടൻ ഇതുപോലെ നല്ല നല്ല സ്ക്രിപ്റ്റുകൾ എടുത്ത് സിനിമകൾ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോഴത്തെ ലാലേട്ടൻ ഫാൻസിന്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ, നമ്മുടെ റൈഫിൾ ക്ലബിലെ ഡയലോഗ് ഇല്ലേ, ചേട്ടാ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നില്ലേ, ആ ഒരു ഫീലാണ് ഇപ്പൊ എല്ലാവർക്കും ഉള്ളത്. നമ്മൾ ആ പണ്ട് കണ്ടോണ്ടുന്ന ആ ചിരിയും ഇമോഷൻസ് എല്ലാം വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് ഈ സിനിമയിൽ. സോ ലാലേട്ടൻ ഇനിയും ഇതുപോലത്തെ നല്ല സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്ത് മൂവീസ് ചെയ്താൽ എവിടെയോ താന്നുപോയ ഒരു ഗ്രാഫ് ഇപ്പൊ പൊങ്ങി വന്നതുപോലെ വീണ്ടും പൊങ്ങിക്കൊണ്ടിരിക്കും. സോ ഓവറോൾ ഒരു സൂപ്പർ മൂവി തന്നെയാണ് തുടരും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞില്ല, അമ്മാതിരി പെർഫോമൻസ് ആണ്. ആ പഴയ ലാലേട്ടൻ തിരിച്ചു വന്ന ഒരു പടം തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാരും പോയി ഗോ വാച്ച്. സോ ഇതാണ് സിനിമയെ പറ്റിയിട്ടുള്ള എന്റെ ഒരു അഭിപ്രായം. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യുക.
സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. മറ്റൊരു പുതിയ കാണാം. DK സൈനിങ് ഔട്ട്.